ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2377. ഇന്ന് ജൂലൈ മാസം 4-ാം തീയതി 185-ാമത്തെ ദിവസത്തിലെത്തി. ഒരു ദേശത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം അന്വേഷിച്ചത് അവരെയായിരുന്നു, നീതിമാന്മാരെ. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം നോക്കണം. 2 പട്ടണങ്ങളിലായി 10 പേരെങ്കിലും ഉണ്ടോ എന്നാണ് ദൈവം ഇങ്ങനെ ഏറ്റവും താഴ്ന്ന് ചോദിക്കുന്നത്, നീതിമാന്മാരെ. എങ്കില് ആ പട്ടണങ്ങളെ നശിപ്പിക്കേണ്ട. അങ്ങനെയായിരുന്നു ദൈവത്തിന്റെ തീരുമാനം. പക്ഷെ ഒരേ ഒരു മനുഷ്യനെ മാത്രമേ ദൈവത്തിന് കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. ലോത്തായിരുന്നു. അയാളെ പ്രതി അയാളുടെ കുടുംബത്തിലുള്ളവരെയും അവിടുന്ന് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നു. അങ്ങനെ സോദോമും ഗോമോറയും ഒരു പുൽനാമ്പ് പോലും അവശേഷിക്കാതെ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. പഴയ നിയമത്തിൽ വായിച്ചിട്ടുള്ളതാണ്. കൊടിയ അനീതിയിലും അധർമ്മത്തിലും മുഴുകി ജീവിക്കുമ്പോഴും മനുഷ്യനും തേടുന്നത് ആരെയാണ്? നീതിമാന്മാരെയാണ്. അവർ അധികമൊന്നുമില്ലായിരിക്കാം, എങ്കിലും ഭൂമി അതിന്റെ ജീർണതകളിൽ നിന്ന് കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ശരിക്കും ഉപ്പാണ് നീതിമാന്മാരെ. എന്താണ് നീതി? വിശുദ്ധ വേദത്തിന്റെ പശ്ചാത്തലത്തിൽ അത് വിശുദ്ധിയുടെ ഒരു പര്യായമാണ്. പൗലോസ് അപ്പോസ്തലനാണ് ഏറ്റവും ലളിതമായി നീതിയെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു വരുന്നത്. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിലുണ്ട്, ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകുന്നതാണ് നീതി. മനുഷ്യന് നീതിബോധമില്ലെങ്കിൽ മാനവരാശിക്ക് സ്വസ്ഥമായ നിലനിൽപ്പ് അസാധ്യമാണ്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകുക, അത് നൽകാൻ ആരൊക്കെയോ വിസമ്മതിച്ചതുകൊണ്ടുണ്ടായ കലാപങ്ങളാണ് ഈ ഭൂമിയിൽ ഇന്നുവരെയും ഉണ്ടായിട്ടുള്ളത്. നീതിബോധമില്ലാത്ത അധികാരി അയാൾ ആരുമാണ്? ഒരു ദേശത്തിന്റെയോ മതത്തിന്റെയോ അധികാരി, തൊഴിലുടമ, അധ്യാപകൻ. നീതിബോധമില്ലെങ്കിൽ എല്ലാവരും അപകടകാരികളാണ്. ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു ജനതയുടെ തന്നെ ജീവിതത്തെ ദുരന്തപൂർണമാക്കാനായിട്ട് അയാൾക്ക് കഴിയും. എത്രയോ സാക്ഷ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെല്ലായിടത്തുമുണ്ട് കേട്ടോ, എല്ലാ കാലത്തുമുണ്ട്. വേദപുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങൾ തന്നെ ഓർത്തു നോക്കിയാൽ മതി. നീതിരഹിതരായ മനുഷ്യരോടുള്ള നീതിമാന്മാരുടെ ദുർബലമായ ചെറുത്തുനിൽപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ആരാണ് ഈ അനീതിയുടെ ഇരകളെന്നറിയോ? ദുർബലരായ മനുഷ്യരാണ്. അവർക്ക് നീതി ഉറപ്പാക്കാത്തിടത്തോളം ഒരു സമൂഹത്തിനും അഭിമാനിക്കാൻ ഒന്നുമില്ല. അവിടെ ഏറ്റവും കുറഞ്ഞത് 4 കൂട്ടർക്കെങ്കിലും നീതി ഉറപ്പുവരുത്തല്ലേ. 1 ദരിദ്രരാണ്, 2 വയോധികരാണ്, 3 കുഞ്ഞുങ്ങളാണ്, 4 സ്ത്രീകളാണ്. എവിടെയൊക്കെ ഇവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നുണ്ട്. കുറെ കൂടി ഒപ്പമുള്ള മനുഷ്യർക്ക് അർഹതപ്പെട്ടതൊക്കെ കൃത്യമായി നൽകാനായിട്ട് ഏതൊരാളും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, മനുഷ്യനാണെങ്കിൽ അങ്ങനെയൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നാകുമായിരുന്നു. പ്രാർത്ഥനയോടുകൂടി ആമേൻ.